എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ ഇന്നൊരു ചമ്മന്തി ഉണ്ടാക്കുന്നത് പുതിന ചമ്മന്തി, പുതിന ഇല വെച്ചുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം. സ്പീഡാ പോയി നോക്കിയിട്ട് വരാം. അടിപൊളി ടേസ്റ്റായ ചമ്മന്തിയാണ്. ചോറിനും കഞ്ഞിക്കും ഇഡ്ഡലി ദോശ എല്ലാറ്റിനും കൂട്ടാൻ പറ്റിയൊരു പുതിന ഇല ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ നോക്കാം എന്തൊക്കെ ഇടണം എന്നുള്ളത്. കറി വയ്ക്കുകയാണ്. ഇടയിൽ ചട്ടി വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ലതാണ്. പച്ചമുളകാണ് ഇടുന്നത്. പച്ചമുളക് ഇല്ല, അതിന് പകരം ഞാൻ ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. ചുവന്നമുളക്, പച്ചമുളകാണ് ഉത്തമം. അപ്പോൾ ഇതാട്ടത് അതില്ല, അതുകൊണ്ട് ഇതിട്ടു. പിന്നെ 2-3 വെളുത്തുള്ളി, 2-3 കുഞ്ഞനുള്ളി ഒന്നിട്ടിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. മുളകും ഉള്ളിയും കൂടി. പിന്നെ 1 സ്പൂണ് കടലപ്പരിപ്പ്, 1 സ്പൂൺ ഉഴുന്നുപരിപ്പ് അത് കൂടാം. എല്ലാം ഇട്ടിട്ടൊന്ന് നല്ലൊന്ന് വഴണ്ടി വരുമ്പോൾ കുറച്ച് പുളി, പാകത്തിന് കുറച്ച് ചെറിയൊരു കഷ്ണം പീസ് പുളി ഇടുക വേണ്ടത്. അതൊന്ന് നല്ല വഴറ്റുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഇല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പുതിന ഇലയാണ് ചമ്മന്തി. ഒരു പൊടിക്ക് പെരുങ്കായം ഇടാം, കായം പൊടി വേണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വയ്ക്കാം, വേണമെങ്കിൽ ഇടാം, അങ്ങനെയാണ്. അതിന് ശേഷം നമ്മുടെ ഇല ഇട്ട് കൊടുത്തു. പുതിന ഇല ക്ലീൻ ചെയ്ത് വെച്ചത് നല്ല നമ്മൾ വഴറ്റി കൊടുക്കുക. പാകത്തിന് നല്ല വഴറ്റി, വല്ലാണ്ട് ഇതാവൊന്നും വേണ്ട, കുറച്ച് ഒരു മീഡിയം അളവിന് വഴറ്റിയാൽ മതി. പിന്നെ ഒരു 2-3 സ്പൂൺ തേങ്ങ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 2-3 സ്പൂൺ തേങ്ങ ചിലവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നല്ലൊന്ന് വഴറ്റി കൊടുത്ത ശേഷം ആ ചൂടാറിയ ശേഷമാണ് നമ്മൾ അരച്ചെടുക്കുള്ളൂ. അപ്പോൾ ഏകദേശം വഴണ്ടി വന്നു. ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം, ഓഫാക്കി വയ്ക്കാം. അപ്പോൾ പാകത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ നമ്മുടെ പുതിന ഇല ചമ്മന്തി സൂപ്പറാ ടേസ്റ്റാ റെഡിയായി. അരച്ച് കൊടുന്ന മതി. പാകത്തിന് ഉപ്പിടണം. സിമ്പിളുമാണ്, ടേസ്റ്റുമാണ്. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ കൂട്ടാൻ പറ്റും. എല്ലാറ്റിനും കൂട്ടാൻ പറ്റിയൊരു പുതിന ഇല ചമ്മന്തിയാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിച്ച് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം. സൂപ്പർ ടേസ്റ്റായ പുതിന ഇല ചമ്മന്തി. ചട്നി എന്നും പറയും, ചമ്മന്തി എന്നും പറയും. വെള്ളമൊക്കെ വേണമെങ്കിൽ കൂട്ടാ കുറയ്ക്കുക, മുളക് കൂട്ടാ കുറയ്ക്കുക, അതൊക്കെ ചെയ്യാം. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് മാറ്റി മറിച്ചുണ്ടാക്കാം. ഇഡ്ഡലിക്കും ദോശയ്ക്കും വയറിനും ഒക്കെ നല്ലൊരു ചമ്മന്തിയാണ്.